Hi all. The video is about traveling with kids. It's not a vlog, just experience. ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമായിരിക്കും. അത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ എന്തായാലും കൂടുതലായിരിക്കും അല്ലേ? പക്ഷേ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ആസ് ബാഡ് ആസ് യു തിങ്ക്. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര റിസർച്ച് ചെയ്താലും നമ്മുടെ ആ സ്ട്രെസ് എന്ന് പറഞ്ഞ എലിമെൻറ്റ് ആ ഒരു കോർണറിൽ എന്തായാലും ഉണ്ടാവും. സോ ജസ്റ്റ് ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. എന്തായാലും നമുക്ക് യാത്ര ചെയ്തല്ലേ പറ്റുള്ളൂ. സോ ഈ സ്ട്രെസ്സും ടെൻഷൻ്റെ കൂടെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്നെ ട്രാവലിൽ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് ബുക്കിങ്ങിന് തുടങ്ങാം. എപ്പോഴും നിങ്ങൾ ഫ്ലൈറ്റ് ടൈം ചൂസ് ചെയ്യുമ്പോൾ ബേബിയുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് ചൂസ് ചെയ്യാൻ. ഇനി സീറ്റ് സെലക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ വിൻഡോ സീറ്റ് ചൂസ് ചെയ്യാം. ഫീഡിങ് മദറൊക്കെ ആണെങ്കിൽ കൂടുതൽ പ്രൈവസി അപ്പോൾ വിൻഡോ സീറ്റിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫീഡിങ് ടൈമിൽ നേഴ്സിംഗ് കവർ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 പാസഞ്ചേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു വിൻഡോയും ഒരു ഐൽ സീറ്റും കൂടെ ബുക്ക് ചെയ്യുക. പ്രോബബിലിറ്റി 50-50 ആണ്. ചിലപ്പോൾ മിഡിൽ സീറ്റിൽ ആരും വരത്തില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു റോ ഫുള്ളി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് മിഡിൽ സീറ്റിൽ തന്നെ ആരെങ്കിലും വന്നാൽ നിങ്ങളത് ഐലായിട്ട് സ്വാപ്പ് ചെയ്താൽ മതി. ദ തേർഡ് വൺ ഈസ് ചെക്ക് ഫോർ ബാസനറ്റ് സീറ്റ്സ്. നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന എയർലൈനിൽ ബാസനറ്റ് സീറ്റ്സ് ഉണ്ടോ എന്ന് വിളിച്ചൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ സീറ്റ് റിസർവ് ചെയ്ത് വെക്കുക. ബിക്കോസ് അത് വളരെ ലിമിറ്റഡ് നമ്പറേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് പാക്ക് ലൈറ്റ്. പൊതുവേ 2 years ആൻഡ് ബിലോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് 10 kg ഓഫ് അലവൻസ് ആണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിന് തരുന്നത്. അവർക്ക് ചെക്കിൻ അലവൻസ് ഉണ്ടായിരിക്കുന്നതല്ല. സോ യൂഷ്വലി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു 10 kgയുടെ ഒരു ബാഗ് നമ്മളെടുക്കും. നമ്മുടെ ഹാൻഡ് ബാഗ് എടുക്കും. അല്ലാതെ പാസ്പോർട്ടും ഇതുമൊക്കെ വയ്ക്കാൻ ചിലപ്പോൾ വേറൊരു ബാഗ് എടുക്കും. അങ്ങനെ ഓവറായിട്ട് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. വേറെ ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസസ് ഫ്രം എയർപോർട്ട്സ് ആണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്. അതാകുമ്പം സ്പെഷ്യലി വെൻ യു ആർ ട്രാവലിംഗ് അലോൺ ആണെങ്കിൽ എയർപോർട്ടിൻ്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് നിങ്ങളെ എല്ലാം ഫ്രം ചെക്ക് ഇൻ, എമിഗ്രേഷൻ എല്ലാം സെക്യൂരിറ്റി ക്ലിയർ ചെയ്ത് നിങ്ങളെ ഗേറ്റ്സ് വരെ കൊണ്ടുവരുത്തും. പിന്നെ ഇൻവെസ്റ്റിംഗ് ഇൻ എ ഗുഡ് ബേബി കാരിയർ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ യൂസ് ചെയ്തത് ബഡ് ബേബി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. അതാകുമ്പോൾ നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ടിരിക്കും. കുഞ്ഞുങ്ങൾ അതിനകത്ത് നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും. നിങ്ങൾക്ക് സ്ട്രോളർ ആണെങ്കിൽ സ്ട്രോളർ യൂസ് ചെയ്യാം. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറ്റുന്ന സ്ട്രോളർ ടൈപ്സും ഉണ്ട്. നമുക്ക് ഗേറ്റ്സിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റുന്ന സ്ട്രോളേഴ്സും ഉണ്ട്. അപ്പോൾ വിച്ച് എവർ ഓപ്ഷൻസ് ഇസ് ഗുഡ് ഫോർ യു, ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് ബേബി കാരിയർ. നെക്സ്റ്റ് ഇസ് വാട്ട് ഓൾ ടു പാക്ക്. ഇതൊരു കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ചോയ്സാണ്. സോ ഇതൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യാറുള്ളത്. ആദ്യം വേണ്ടത് എക്സ്ട്രാ ക്ലോത്ത്സ് ഫോർ യു ആൻഡ് യുവർ ബേബി. പിന്നീട് ഒരു സെപ്പറേറ്റ് പൗച്ചിൽ വൈപ്സ്, ഡയപ്പർ ചേഞ്ച് പാഡ്, ക്രീമൊക്കെ ആയിട്ട് വയ്ക്കുക. കുഞ്ഞിന് ആവശ്യമായ മെഡിസിൻസ് വയ്ക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഫീഡിങ് എസെൻഷ്യൽസ് ആണ്. ഇപ്പം ബോട്ടിൽ ഫെഡ് ആണെങ്കിൽ ഓൾറെഡി മെഷർ ചെയ്ത് മിൽക്ക് പൗഡർ ഈ സ്റ്റാക്കപ്പ് കണ്ടെയ്നേഴ്സ് കിട്ടും. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതിൽ മെഷർ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സും കൂടെ വയ്ക്കുക. സോ ദാറ്റ് വിൽ കീപ് ദം എൻഗേജ്ഡ്. പിന്നെ നിങ്ങളുടെ ബേബി സൂതർ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം സൂതർ വയ്ക്കുക. സൂതറിൻ്റെ കൂടെ സൂതർ ക്ലിപ്സും കൂടെ വയ്ക്കാൻ മറക്കരുത്. മെയിനായിട്ട് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരൊന്ന് എൻഗേജ്ഡ് ആയിട്ട് വയ്ക്കുക. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദം എ ലിറ്റിൽ ടയർഡ് സോ ദാറ്റ് അവർ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഉറങ്ങും.
ആൻഡ് ഇഫ് യുവർ ബേബി ഈസ് കംപ്ലീറ്റ്ലി ബോട്ടിൽ ഫെഡ് ആണ്, കുറച്ച് ലോങ് അവർ ഫ്ലൈറ്റ് ആണെങ്കിൽ ബോട്ടിൽസ് നമുക്ക് ഒത്തിരി ക്യാരി ചെയ്യേണ്ട ഒരു ലിമിറ്റേഷൻസും ഉണ്ടാവുമല്ലോ. സോ ബോട്ടിൽ എങ്ങനെയാണ് നമ്മൾ അത് കഴുകാനായിട്ടുള്ള ഒരു ചെറിയൊരു ഹാക്കുണ്ട്, അത് ഞാനിപ്പം നെക്സ്റ്റ് കാണിക്കാം. ഇങ്ങനെ നമ്മുടെ ഒരു ക്ലീൻ സ്പഞ്ച് എടുത്തിട്ട് നല്ലവണ്ണം കഴുകി അത് ഡ്രൈ ആക്കണം. നല്ലവണ്ണം സ്ക്വീസ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ടിഷ്യൂവിൽ ഒരു നല്ല വെയിലുള്ള സമയത്ത് ഒന്ന് വെച്ചാൽ ഒരു 2-3 hours അത് നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് അതിലോട്ട് ബേബി ബോട്ടിൽ ക്ലീനറിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ ജെല്ല് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ലിക്വിഡായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്, ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡിസൈഡ് എത്ര വേണോ തിക്നെസ്സിൽ കട്ട് ചെയ്ത് ഒരു സിപ്പ് ലോക്ക് പൗച്ചിലാക്കി ഇടാം. നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ഫീഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതെടുത്ത് നമ്മൾ ബോട്ടിലൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ക്യൂബ് എടുത്തിട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് പിന്നെ ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് നമുക്കത് ഡിസ്പോസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഡയപ്പർ ബോർഡിങ്ങിൻ്റെ മുമ്പായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കറിയാം മിക്ക എയർലൈൻസിലും നമുക്ക് ബേബീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബോർഡ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എപ്പോഴും നമ്മൾ ലാസ്റ്റ് ബോർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആദ്യമേ ബോർഡ് ചെയ്തിരുന്നാലും മിനിമം ഒത്തിരി സമയം എടുത്തിട്ട് തന്നെയായിരിക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈം ആവത്തുള്ളൂ. ആ സമയത്ത് അപ്പോഴത്തേക്കും പിള്ളേർ റെസ്റ്റ്ലെസ് ആയി തുടങ്ങും. അപ്പം ഞാൻ പൊതുവേ ലാസ്റ്റാണ് ബോർഡ് ചെയ്യാറ്. എപ്പോഴും ഫ്ലൈറ്റിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് വെറ്റ് വൈപ്സും ടിഷ്യൂസും സാനിറ്റൈസർ വൈപ്സും തന്നെയാണ്. അപ്പം ആദ്യം കയറിയ ഉടനെ ഇരിക്കുന്ന എല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കും. പിന്നെ മെയിനായിട്ട് ആസ്ക് ഫോർ ഹെൽപ്പ്. അതിന് ഒരു മടിയും വിചാരിക്കേണ്ട. അവിടുത്തെ ഹോസ്റ്റസ് ആണെങ്കിലും എല്ലാവരും ദേ ആർ വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പം നമ്മൾ മടിച്ചിരിക്കാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ദേ ആർ ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് യു. മിക്ക ബഡ്ജറ്റഡ് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ സ്ക്രീൻസ് ഉണ്ടാവത്തില്ല. സോ അവരെ എൻഗേജ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്ററി ബാഗാണ്. അതിൽ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് ഇടും. പറ്റുവാണെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ന്യൂ ടോയ് പോലെ എന്തെങ്കിലും വെക്കും. അപ്പം അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സമയം അങ്ങനെ പോകും. അപ്പം ഇതിലിങ്ങനെ കുറച്ചധികം പൗച്ചസും സിബ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഓരോന്ന് അവരുടെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് അവർക്ക് തന്നെ ഓപ്പൺ ചെയ്ത് എടുത്ത് കളിക്കും. പിന്നെ ലാപ്പ് ഇൻഫൻസ് ആണ്
കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിലും നമുക്ക് ആമസോണിലാണെങ്കിലും കടയിലൊക്കെ ചെന്നാൽ സക്ഷൻ ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ നമുക്ക് വിൻഡോയിലും ഫ്രണ്ടിലത്തെ ബാക്ക് ഇതിലൊക്കെ നമുക്ക് സക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടോയ്സ് ഉണ്ടെങ്കിൽ അവർ അതിൽ നോക്കി കുറച്ച് നേരം കളിക്കും. പിന്നെ ഫീഡിങ് വരുന്നത് നിങ്ങൾ ടാക്സിങ് സമയത്ത് ഫീഡ് ചെയ്യേണ്ട, ടേക്ക് ഓഫ് ആവുമ്പോഴാണ് ഫീഡ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ മോക്കും ലോലിപോപ്സാണ് കൊടുക്കുന്നത്. അപ്പം ലോലിപോപ്പ് കൊടുക്കുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ആ ഒരു ഡിസ്കംഫർട്ടൊന്നും ടേക്ക് ഓഫിലാണെങ്കിൽ ലാൻഡിങ് സമയത്ത് ഇയർ പ്രഷറിൽ സക്കിങ് എന്ന് പറഞ്ഞ ഒരു ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾ സൂതേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഏവയ്ക്ക് സൂതേഴ്സായിരുന്നു ഹെൽപ്പ് ചെയ്തത്. കാരണം അവൾക്ക് എപ്പോഴും ചെവി അടഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം സൂതേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂതർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ക്ലിപ്പും കൂടെ വെക്കാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അത് എപ്പോഴും ഫ്ലൈറ്റിലേക്ക് താഴെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് അവിടെ തന്നെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പൊസിഷനിൽ തന്നെ കിടന്നോളും, താഴേക്ക് വീഴില്ല. അപ്പോൾ ക്ലിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സിപ്ലോക്ക് പൗച്ചസ് ആണ്. അപ്പോൾ കുറച്ച് സ്നാക്സ് ആണെങ്കിൽ ഇങ്ങനെ ഡപ്പയായിട്ട് എടുക്കാതെ സിപ്ലോക്ക് റീയൂസബിൾ ആയിട്ടുള്ള പൗച്ചസ് കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ലഗേജ് സ്പേസും ഹാൻഡ് ബാഗിൽ സ്പേസും ഒത്തിരി പോവില്ല. അപ്പം അത് ഈസിയാണ്. അപ്പോൾ സിപ്ലോക്ക് പൗച്ചസും വളരെ നല്ലൊരു കാര്യമാണ് ഈ എയർ ട്രാവലിനെ സംബന്ധിച്ച്. ഇൻ ഫ്ലൈറ്റ് ഇപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ലാബറട്ടറിയിൽ ഈ ഡയപ്പർ ചേഞ്ചിങ്ങിൻ്റെ സൈന് നോക്കുക. അങ്ങനെയുള്ളതിൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ കാണത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പൗച്ചിൽ സെപ്പറേറ്റായിട്ട് ഈ വെറ്റ് വൈപ്സ്, ഡയപ്പേഴ്സ്, റാഷ് ക്രീം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ചിങ് കവറും കൂടെ, പിന്നെ ഒരു ചെറിയൊരു സാനിറ്റൈസർ സ്പ്രേയും കൂടെ ഉണ്ടെങ്കിൽ അത് ആ പൗച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് പോയി ചേഞ്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. സ്ക്രീൻസ് ഇല്ലാത്ത ഫ്ലൈറ്റ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുക, സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ടോയെന്ന്. അത് ചിലർ മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒന്ന് നിങ്ങൾ അവിടുത്തെ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഫോൺസൊക്കെ അതിനകത്ത്. അത് ബേസിക്കലി ലിറ്ററേച്ചർ ബുക്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബുക്സ് വെച്ചിട്ട് ആ മുകളിൽ ഫ്ലാപ്പ് എടുത്തിട്ട് നമുക്ക് പേജ് കറക്റ്റ് അതിൽ വെച്ചിട്ട് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ചില ഫോൺസും അവർ സമ്മതിക്കും, ഒത്തിരി വെയിറ്റ് ഉള്ളത് സമ്മതിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഫോണും വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.